ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുതുപുത്തൻ ചായക്കടി എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ആരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാൻ ചാൻസ് ഉണ്ടാവില്ല. നമ്മുടെ മുത്തബക് പോളയാണ് കേട്ടോ. മുത്തബക് ബ്രെഡ് പോള എന്ന് പറയാം. നമ്മുടെ മുത്തബക്കിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ബ്രെഡിൽ ചെയ്തെടുക്കുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് 2.5-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള സൈസ് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഒരുപാട് അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിക്കൊന്ന് വാടി വരും, അത്ര മാത്രം. കാരണം നമുക്കിതിൽ നിന്ന് കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പെട്ടെന്ന് ഇളക്കി ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇതാ ഈ ഒരു രീതിയിലായതിനു ശേഷം ഏകദേശം ഒരു 250-300 ഗ്രാമിൻ്റെ അടുത്തായിട്ട് ചിക്കൻ മിൻസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകിൽ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ആ ഒരു രീതി തന്നെ എടുക്കണമായിട്ട്, എങ്കിലേ ഈ ഒരു ഫില്ലിങ് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ആയതിനു ശേഷം ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ്റെ കളർ മൊത്തത്തിൽ ഈ ഒരു രീതിയിലൊന്ന് മാറി കിട്ടണം കേട്ടോ, വൈറ്റായിട്ട് വരണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ വൈറ്റ് കളർ ആയതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി 1 ടീസ്പൂൺ മതി കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കണേ ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നോർമൽ കശ്മീരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകയില്ല, നമ്മുടെ ക്യുമിൻ സീഡ്, അതിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാൻ നിങ്ങൾ എരിവ് നോക്കിയിട്ട്. പിന്നെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ ഇതിലുള്ള പൊടികൾ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതന്നെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ നല്ലപോലെ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ, കാരണം നമ്മൾ ചിക്കൻ മിൻസ് ചെയ്തിട്ടല്ലേ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് വേവുന്ന സമയം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ചെറിയൊരു പരിപാടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ സൈസ് മുട്ടയാണെങ്കിൽ 3 എണ്ണം വരെ എടുക്കണം. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ മുട്ട. അപ്പോൾ ഇതാ, എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു ഗ്രീൻ പോർഷനില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ചെറിയ സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏകദേശം 2-3 ടേബിൾ സ്പൂണോളം മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സ് നമുക്ക് ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് ചേർക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വേവുന്ന സമയം തന്നെ ഇതിവിടെ റെഡിയാക്കി വെക്കണേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് നമ്മുടെ ചിക്കനും കൂടി അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഞാൻ അടപ്പ് തുറന്നിട്ട് ഇളക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്ന് ആ ഒരു വെള്ളവും കൂടി നന്നായിട്ട് വറ്റിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ വെള്ളം ഡ്രൈ ആയി വന്നതിന് ശേഷം മാത്രം ഇതുപോലെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ മൊത്തത്തിൽ മിക്സാക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മിക്സാക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ, ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ. കാരണം എങ്കിലേ പെട്ടെന്ന് തന്നെ മുട്ട റെഡിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയിൽ നമ്മുടെ മുത്തബക്കിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തല്ലോ, അതേ രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി മൊത്തത്തിൽ സെപ്പറേറ്റ് ആയി വരും കേട്ടോ, അവർ ചിക്കനും മുട്ടയൊക്കെ. ഇത്രയിലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പോള റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/4 കപ്പിലും കുറച്ച് അധികമായിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അടുത്തത് മുത്തബക്ക് പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നന്നായിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിലും പാൻ്റെ അടിഭാഗത്തായിട്ടും അതുപോലെ തന്നെ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തത് നമ്മൾ ബ്രെഡ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു മുത്തബക്ക് പോള റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതാ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ആ ഒരു ബ്രൗൺ പാർട്ടൊന്നും കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം.
അടുത്തത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് മുട്ടയുടെ മിക്സിൽ ഓരോ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ പാൻ്റെ അടിഭാഗം കവറാകുന്ന രീതിയിൽ ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഏത് രീതിയിലും നിങ്ങൾക്ക് വെക്കാം, കട്ട് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഓർഡറിനനുസരിച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ മൊത്തത്തിൽ അടിഭാഗത്തിൽ കവറായി നിൽക്കണം, അത്രയേ ഉള്ളൂ ബ്രെഡ്. അപ്പോൾ ഓരോ സ്ലൈസ് ബ്രെഡ് എടുക്കുമ്പോഴും മുട്ടയിൽ ഡിപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് മൊത്തത്തിൽ കവർ ചെയ്തെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് കൊണ്ട് പാൻ്റെ അടിഭാഗത്തിൽ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ല, അത് ഇതിലേക്ക് എത്രത്തോളം വേണമെന്നുള്ളത് നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് 2 പോളയ്ക്കുള്ളതുണ്ട് കേട്ടോ. നല്ല പാകത്തിനുള്ള സൈസിൽ 2 പോള നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടിക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ തന്നെ ഒരുപാട് ഫില്ലിംഗ് വെച്ചിട്ട് അങ്ങനെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. പകുതി ഞാൻ നേരെ 2 പോളയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരെണ്ണ ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മുകൾ ഭാഗത്തിലും ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ, മൊത്തത്തിലൊട്ടും തന്നെ ഗ്യാപ്പില്ലാതെ. അപ്പം മുട്ടയുടെ മിക്സ് ആദ്യം 2 മുട്ടക്കല്ലേ നമ്മൾ റെഡിയാക്കിയത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇനിയും ചെയ്തെടുക്കണം. കാരണം ആദ്യം തന്നെ ഒരുപാട് ആക്കിയിട്ട് പിന്നെ വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ 2 മുട്ട വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ലാസ്റ്റ് ഒരു മുട്ടയും കുറച്ച് പാലും കൂടിയായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുകൾ ഭാഗത്തിലും കൂടി ബാക്കിയുള്ള മുട്ട മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ടോട്ടൽ നമ്മൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക്. അപ്പോൾ ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്നെങ്കിൽ ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ ബ്രെഡ് അങ്ങ് വലിച്ചെടുത്ത് സെറ്റ് ആയിക്കോളൂ. അപ്പോൾ കുറച്ച് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകളിൽ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഹോളുള്ള അടുപ്പാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾ അടച്ച് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് ചുരുങ്ങിയത് എന്തായാലും വേണം കേട്ടോ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് അടപ്പ് തുറന്ന് നോക്കുക. കാരണം ഓരോരുത്തർ എടുക്കുന്ന പാനിൻ്റെയും ഫ്ലെയിമിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ വരാം കേട്ടോ. കുക്കിംഗ് ടൈമിലും മാറ്റങ്ങൾ വരാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ അടപ്പ് തുറന്ന് ഇതുപോലെ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി മുട്ടയുടെ ആ ഒരു ഗമ്മൊക്കെ ഒട്ടി സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ മുകൾ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ, കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. സൈഡൊക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതിന് ശേഷം മാത്രം പതുക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ അടിയിലൊരു പഴയ പാൻ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ടിട്ട് വേറൊരു പാനിൽ നെയ്യ് തടവിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്, എങ്കിലേ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുക. ഇനിയിപ്പോൾ അടിയിൽ വേറെ പഴയ പാന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കൂടി മൊരിഞ്ഞ് കിട്ടിക്കോളും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ മുർതബക് ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിട്ട് ഒരു വെറൈറ്റി ഫീലിങ്ങോട് കൂടിയിട്ടുള്ള ലൈറ്റാണ്. എന്തായാലും ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്താണേലും അല്ലെങ്കിൽ എന്തായാലും ഇഫ്താറൊക്കെ വരികയല്ലേ, എപ്പോഴാണേലും ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്